ഒരു ENT OPയിൽ ശരാശരി എനിക്ക് തോന്നുന്നു ഒരു 25% ആൾക്കാരും വരുന്നത് തുമ്മൽ, മൂക്കടവ്, മൂക്കിൽ നിന്ന് വെള്ളം വരിക, ഈ ലക്ഷണങ്ങളോടെയാണ്. ഇത് വളരെ കൃത്യമായ അലർജിക് റൈനൈറ്റിസ് അല്ലെങ്കിൽ മൂക്കിലുണ്ടാകുന്ന അലർജിയുടെ ലക്ഷണങ്ങളാണ്. ഇന്ന് വേൾഡ് സ്റ്റഡിയിലും അങ്ങനെ തന്നെയാണ്. 25% ഓഫ് ദ പോപ്പുലേഷൻ സഫർ ഫ്രം അലർജിക് റൈനൈറ്റിസ് എന്നാണ് പറയുക. ഈ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത് അത്രയ്ക്കും കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. പലപ്പോഴും അവർ ഒരുപാട് സംശയങ്ങളോടുകൂടിയാണ് വരിക. അവർ പലപ്പോഴും പറയുക എന്താണെന്ന് വെച്ചാൽ, സാറേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര തുമ്മലും മൂക്കടവ്, എനിക്ക് രക്ഷയില്ല, ഞാനൊരു ഡോക്ടറെ കണ്ടു, ഒരു മരുന്ന് കഴിച്ചപ്പോൾ 4 ദിവസത്തേക്ക് കുറഞ്ഞു, അതിനുശേഷം ഞാൻ മരുന്ന് നിർത്തി, 7-ാം ദിവസം പിന്നെയും ഇതെല്ലാം തുടങ്ങി, പിന്നെയും ഞാൻ മരുന്ന് കഴിച്ചു, അങ്ങനെ എനിക്കിപ്പോൾ മരുന്ന് കഴിക്കാൻ താല്പര്യമില്ല, ഞാൻ എല്ലാ ദിവസവും സഹിക്കുകയാണ്. വളരെ ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഈ അലർജിക് റൈനൈറ്റിസ്. പക്ഷേ അതിൻ്റെ എപ്പോഴും രോഗികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അലർജിക് റൈനൈറ്റിസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ മരുന്നുകൾ നിർത്തുമ്പോൾ ഇത് തിരിച്ചു വരുന്നതെന്നുള്ളത് കൂടി അറിയാൻ പറ്റും. അപ്പോൾ നമ്മളെ തന്നെ ഏറ്റവും അധികം ഈ രോഗത്തിന് സഹായിക്കുന്നത് നമ്മൾ തന്നെയാണ്. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചികിത്സ എളുപ്പമാണ്. അലർജിയുടെ ഈ വിഷമങ്ങൾ ഉണ്ടാവുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവും. അതുതന്നെയാണ് ഇതിൻ്റെ ചികിത്സയുടെ ബുദ്ധിമുട്ട്. അലർജി ഉണ്ടാക്കുന്ന നമ്മൾ ശ്വസിക്കുന്ന എന്തുമാവാം, നമ്മൾ കഴിക്കുന്ന എന്തുമാവാം. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾക്ക് എന്താണ് അലർജി ഉണ്ടാക്കുന്നത് കണ്ടുപിടിക്കുക അത്ര എളുപ്പമല്ല. ചിലർക്ക് ചില സീസണിൽ മാത്രമായിരിക്കും, ചിലർക്ക് ത്രൂ ഔട്ട് ദി ഇയർ ഉണ്ടാവും. നമ്മൾ നടക്കുമ്പോൾ പലരും ചോദിക്കും, റോഡിൽ കൂടെ നടക്കുന്ന പൊടിയാണോ സാറേ? പൊടി, നമ്മൾ റോഡിൽ കൂടെ നടക്കുന്ന പൊടി അല്ല യഥാർത്ഥത്തിൽ അലർജി ഉണ്ടാക്കുന്നത്. നമ്മൾ ശ്വസിക്കുന്ന നമ്മുടെ ചുറ്റുമുള്ള ചെടികളിൽ നിന്നും കായ്ക്കുന്ന സമയത്തും മരങ്ങളിൽ നിന്നുമൊക്കെ ഉണ്ടാവുന്നതിൻ്റെ അതിൽ കോട്ടൺ, ദർ ക്യാൻ ബി umpteen number. ഐഡൻറ്റിഫിക്കേഷൻ ഇസ് വെരി ഡിഫിക്കൾട്ട്. അപ്പം ഇതിന് പിന്നെ എന്താ ചെയ്യുക? ഇതിന് ചെയ്യാവുന്നത് നമ്മളുടെ വിഷമങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ, ഒക്കേഷണൽ ആയിട്ടുള്ള തുമ്മലും കാര്യങ്ങളുള്ളവർ നമ്മൾ എന്തെങ്കിലും ഒരു മരുന്ന് ആ സമയത്ത് മാത്രം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രയാസം അങ്ങോട്ട് മാറും. പിന്നീട് അത് ഉണ്ടാവുന്ന സമയത്ത് മാത്രം കഴിക്കുക. പക്ഷേ എല്ലാ ദിവസവും എന്നോണം ശല്യമുള്ളവർക്ക് ഇത് വരാതിരിക്കാനുള്ള പ്രിവെൻറ്റീവ് മെഡിക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പ്രിവെൻറ്റീവ് മെഡിക്കേഷൻ അങ്ങനെ അപ്പോൾ എത്ര കാലം കഴിക്കും, എന്താണ് ഞങ്ങൾ കഴിക്കുക? അപ്പോൾ പ്രിവെൻറ്റീവ് മെഡിക്കേഷൻ എന്ന് പറയുന്നത് അലർജി ഉണ്ടാക്കുന്നത് മാറ്റുന്നതല്ല, അലർജിയുടെ വിഷമങ്ങൾ നമുക്കുണ്ടാവുന്നത് കുറയ്ക്കുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ അതിൻ്റെ കൂടെ തന്നെ നടക്കട്ടെ. കഴിക്കുന്ന സാധനങ്ങൾ എഴുതി വയ്ക്കുക, ഏത് ദിവസമാണ് കൂടുന്നതെന്ന് മനസ്സിലാക്കുക, അത്തരം ദിവസങ്ങൾ എന്താണ് നമ്മൾ കഴിച്ചതെന്നുള്ളത് ഓർക്കുക, അതിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് മാറുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ബേസിക്കായിട്ട് എടുക്കാവുന്ന ചില പ്രിക്കോഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിനുള്ളിൽ നമ്മൾ ഒരുപാട് പൊടി ഉണ്ടായി കിടക്കുന്ന കേർട്ടൻസ്, ബെഡ്ഷീറ്റ്സ്, നമ്മൾ അടുക്കി വയ്ക്കുന്ന തുണികൾ, അതെല്ലാം നമ്മളുടെ ചുറ്റും ഇല്ലാതെ നോക്കുക. അതുപോലെ തന്നെ പൊടികൾ നല്ല നനച്ചടി, ഫാനിൻ്റെ മേലെയുള്ള പൊടികൾ, മുറികളുടെ ചുറ്റും മൂലയ്ക്കെല്ലാം കെട്ടിക്കിടക്കുന്ന പൊടികൾ, അതെല്ലാം നമ്മൾ ഡസ്റ്റ് മൈറ്റ്സ് ഒക്കെ മാറ്റാനുള്ള സഹായമാകും. പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോഴും ഈ വിഷമങ്ങളുള്ളവരുണ്ട്. അവർക്കാണ് ഞാൻ പറഞ്ഞത് പലപ്പോഴും നമ്മൾ മരുന്നിൻ്റെ സഹായം വേണ്ടി വരും. ഈ മരുന്നുകൾ അലർജിയുടെ ലക്ഷണങ്ങളെ കുറയ്ക്കും. അതിലേറ്റവും പ്രധാനം, അപ്പോൾ നമ്മൾക്ക് എത്ര കാലം കഴിക്കണം, ലോങ് ടേം കഴിക്കുന്നതിന് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഏതാണോ മരുന്ന് അതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക. അതിൽ ഇന്ന് ലോകത്തെമ്പാടും ഉപയോഗിക്കുന്നത് മൂക്കിൽ ചെയ്യുന്നൊരു നെയ്സൽ സ്പ്രേ ആണ്. ഇനീഷ്യലി നമ്മളുടെ വിഷമങ്ങളെ കുറയ്ക്കാൻ ചില ഗുളികകൾ കഴിച്ചാൽ വിഷമങ്ങളെല്ലാം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവാതിരിക്കാൻ റെഗുലറായിട്ട് ഉപയോഗിക്കേണ്ടതാണ് ഈ നെയ്സൽ സ്പ്രേ. നെയ്സൽ സ്പ്രേ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഭയമാണ്. ഈ നെയ്സൽ സ്പ്രേ ഞാൻ ഇതിന് അടിമപ്പെടുമോ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്കെന്തോ വലിയ രോഗം ഇനി പിന്നീട് വരുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. തെറ്റായ ധാരണയാണ്. കാരണം ഈ നെയ്സൽ സ്പ്രേ അതിലടങ്ങിയിരിക്കുന്നത് ഡെഫിനറ്റായിട്ടും ഫ്ലൂട്ടിക്കസോൺ അല്ലെങ്കിൽ മൊമറ്റസോൺ എന്ന് പറയുന്ന സ്റ്റിറോയിഡ് അടങ്ങിയ പദാർത്ഥം തന്നെയാണ്. പക്ഷേ സ്റ്റിറോയിഡ് എന്ന് കേൾക്കുമ്പോൾ പിന്നെയും ജനത്തിന് ഭയമാണ്. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഇത്തരം മരുന്നുകളെല്ലാം സ്റ്റിറോയിഡ്സ് ആണെങ്കിലും നമ്മൾക്കൊരു സൈഡ് ഇഫക്റ്റ് അല്ലെങ്കിൽ നമ്മൾക്ക് വിഷമങ്ങൾ ഉണ്ടാക്കുന്നത് എപ്പോഴാണ്, അത് നമ്മുടെ ദേഹത്തിൽ ഏത് മരുന്നായിക്കോട്ടെ നമ്മളുടെ ദേഹത്തിൽ നമ്മളുടെ ബ്ലഡിൽ അലിഞ്ഞു ചേരുമ്പോൾ അതിൽ എല്ലായിടത്തേക്കും പരക്കുമ്പോഴാണ് നമ്മൾക്ക് അതിൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ നെയ്സൽ സ്പ്രേ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരുപക്ഷേ ഞാൻ ഉപമിക്കുക, നമ്മുടെ മേത്ത് എന്തെങ്കിലും ചെറിയ മുറിവുണ്ടെങ്കിൽ ഓയിൻമെൻറ്റ് പുരട്ടുന്ന വരും, മൂക്കിൽ മാത്രം അതിൻ്റെ ഗുണം കിട്ടുന്ന രീതിയിലാണ് ഈ നെയ്സൽ സ്പ്രേ. അതിൻ്റെ ബ്ലഡിലേക്കുള്ള അബ്സോർപ്ഷൻ വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് ഇഫക്ട്സും വളരെ നെഗ്ലിജിബിളാണ്, അതായത് ഓൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയുന്ന രീതിയിലാണ്. അപ്പോൾ ഈ സ്പ്രേ റെഗുലറായിട്ട് ഉപയോഗിക്കുക എന്നത് തന്നെയാണ് ഇവർക്കുള്ള ഓപ്ഷൻ.
അപ്പോൾ ആദ്യം കുറച്ച് കാലം ചെയ്തു, ഒരു 2 മാസം ചെയ്തു, ആബ്സല്യൂട്ട്ലി ഫൈൻ, ഒരു കുഴപ്പമില്ല. അപ്പോഴത്തേക്കും കൂടെയുള്ളവർ പറഞ്ഞു ഈ സ്പ്രേ ഉപയോഗിക്കുന്നത് ഇനി നിർത്തണം, അല്ലെങ്കിൽ വലിയ കുഴപ്പമുണ്ടോ. അവർ നിർത്തും. 2 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ പിന്നെയും അതേ പ്രയാസങ്ങൾ അതേ തീവ്രതയോടെ വരുന്നു. അപ്പോഴെന്ത് ചെയ്യും? പിന്നെയും നമ്മൾ ആദ്യം മുതൽ ഗുളികകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നു. അതിനേക്കാൾ എപ്പോഴും സേഫർ ഈ സ്പ്രേ റെഗുലറായിട്ട് ഉപയോഗിക്കുകയും ഒരു പക്ഷേ കുറച്ച് കാലം, ഒരു 4-5 മാസം സുഖമായിട്ട് നിൽക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഡോസേജ് കുറയ്ക്കുകയും ചെറുതാക്കിക്കൊണ്ടിരിക്കുകയും ആവാം എന്നുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു ഭയം ഇന്ന് വളരെ നിൽക്കുന്നു. തെറ്റായൊരു മിഥ്യയായിട്ടുള്ള ഒരു ധാരണ മാത്രമാണ് സ്പ്രേ ദോഷകരമാണെന്നുള്ളത്. ഏത് മരുന്നിനേക്കാളും അഭികാമ്യമാണ് ഈ സ്പ്രേ.